നാട്ടിലെ പള്ളിപ്പെരുന്നാൾ കൂടാലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒത്തുകൂടിയ ദിവസമായിരുന്നു കേട്ടോ. അമ്മ നേരത്തെ പുറപ്പെട്ട് ഇറങ്ങിയിട്ടോ. പിന്നെ ഞങ്ങൾ മക്കളെയൊക്കെ വാരി പിടിച്ചിറങ്ങിയപ്പോഴത്തേനും നേരം വൈകിട്ടോ. പിന്നെ ഇതാ പള്ളിപ്പെരുന്നാളിനുള്ള വെടിക്കെട്ടും കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേനും കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ ഒരു തട്ടുകടയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ. കുഞ്ഞാവ ഞങ്ങളുടെ കൂടെ വാശി പിടിച്ചിറങ്ങിയിട്ടോ. കുഞ്ഞാറ്റ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ടിട്ട് കുഞ്ഞാവ ഞങ്ങളുടെ കൂടെ ഓട്ടോറിച്ച് കയറിയിട്ടോ. നോക്കുമ്പോൾ ഇതാ പള്ളിപ്പെരുന്നാൾ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ നേരെ അടുത്തുള്ള ഒരു തട്ടുകടയ്ക്ക് കയറിയിട്ടോ. അപ്പോൾ കുഞ്ഞാറ്റെന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഫുഡൊക്കെ കടിക്കല്ലേ പുറത്തുനിന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തത് ദോശയായിരുന്നു കേട്ടോ. ഞങ്ങൾ 4 പേരും ദോശ ഓർഡർ ചെയ്ത്, 4 അല്ല ഞങ്ങൾ 5 പേരും കേട്ടോ. അങ്ങനെ ദോശയൊക്കെ വന്നു. ദോശ വന്നപ്പോൾ തന്നെ ഞങ്ങൾ അതിലേക്ക് ബീഫായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 പ്ലേറ്റ് ബീഫ് ഓർഡർ ചെയ്തു. അതേപോലെ തന്നെ കുഞ്ഞാറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ബീഫ് പറ്റിയല്ല കേട്ടോ. അവൾ ആദ്യമായിട്ട് കാണുന്ന പോലെ കേട്ടോ. അവളിത് കഴിച്ചാൽ അങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് അവളെന്ത് ചെയ്തു എന്നറിയാം, അവൾക്ക് ഞങ്ങൾ ചിക്കൻ ചില്ലി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദോശയൊക്കെ വന്നു. ചമ്മന്തിയൊക്കെ സൂപ്പർ ചമ്മന്തി കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചട്നി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒട്ടിപ്പൊളി കേട്ടോ. ഇവിടെ നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ നമ്മുടെ മാച്ചാന്തോട് കേട്ടോ. ഇവിടെ ഏട്ടന്മാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും പോവാറുണ്ട് കേട്ടോ. ഇളയച്ചന്മാരും ഏട്ടനും എല്ലാവരും കൂടിയിട്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ. അനിയത്തിമാരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളിതാ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി നേരെ എല്ലാവരും കൂടി പിരിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞു. അവരവരെ വീട്ടിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്, ടാറ്റാ.